നമ്മളൊക്കെ 2K കിഡായതേ നമ്മുടെ ഭാഗ്യം. അതെ, നമ്മളൊക്കെ ജനിച്ച സമയത്ത് തന്നെ ഈ ഫേസ്ബുക്കും വാട്സപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ. അല്ലേ ഈ 90s എല്ലാം തന്തയുവാന്നേ. ശരിയാ. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നായിരുന്നു? ഞാൻ മറന്നു. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് February 17, 2005. 2005. ഈ സിറ്റുവേഷൻഷിപ്പ് ഒക്കെ കണ്ടുപിടിച്ചത് നമ്മുടെ ജനറേഷനിലുള്ളവരാണല്ലോ. പിന്നല്ലാതെ. അല്ല, നമ്മുടെ ഈ റിലേഷൻഷിപ്പ് അതല്ലല്ലോ അല്ലേ? നീ എന്നെ ബെഞ്ചിന് സബായിട്ടൊന്നും അല്ലല്ലോ അല്ലേ എടുത്തിരിക്കുന്നത്? എന്തോ? അല്ല, ഒന്നുമില്ല, നമുക്കൊരു പോക്കി സെൽഫി എടുക്കാൻ. പൂക്കി. ആ, പോക്കി. അളിയാ എന്നാ ഉണ്ട്? സുഖമായിട്ടിരിക്കുന്നതാ. 2010 10ാം ക്ലാസ് കഴിഞ്ഞ് നിന്നെ ഇപ്പഴാ ഒന്ന് കാണുന്നത്. അതൊക്കെ ഒരു കാലമുണ്ട് അളിയാ. എടി ആതിര എന്നാ ഉണ്ട്? സുഖം ചേട്ടാ. നിങ്ങൾ തമ്മിൽ അറിയോ? പിന്നെ കോളേജിൽ 1 ഇയർ ജൂനിയർ ആയിട്ട് പഠിച്ചോളാം. നീ പിന്നെ ഞാൻ ബാപ്പയുടെ കടയൊക്കെ നോക്കി ഇപ്പൊ നടക്കുക. എന്നാ ശരി, ചെല്ലട്ടെ. നീ ഏത് വർഷം ജനിച്ചെന്നാ പറഞ്ഞ? 2005. 2005 ജനിച്ചു. നീ അങ്ങനെ 2010 10ാം ക്ലാസ് ആയിരുന്നു? അത് പിന്നെ ഞാൻ പഠിക്കാൻ വിളിക്കണേ ടീച്ചർമാർ നേരത്തെ 10 കയറ്റി വിട്ടു. യു ചീറ്റ്. അല്ല, അവന്റെ 1 വർഷം മാത്രം ജൂനിയർ ആയ നീ എങ്ങനെ അടി? 2006 അപ്പൊ ജനിക്കുന്ന? സത്യം പറഞ്ഞേ, നീ 90s കിഡല്ലേ? അതെ. എന്നാത്തിന് എന്നോട് കള്ളം പറഞ്ഞ? അത് പിന്നെ എൻ്റെ അനിയത്തി പറഞ്ഞു 2K കിഡാണെന്ന് പറഞ്ഞാലേ ഇപ്പോ ചെക്കനെ കിട്ടത്തുള്ളൂ. 90s കിഡ്സിനൊന്നും ഇപ്പൊ ചെക്കനെ കിട്ടത്തില്ലല്ലോ. കൊച്ചിന്റെ മോള് ഇത് തന്നെ പറഞ്ഞു, ഇപ്പൊ പെൺപിള്ളേർക്കെല്ലാം 2K ജനിച്ച ചെക്കന്മാരെ മതിയെന്ന്. എന്തായാലും വാ നടക്കാം. ഈ 2K പിള്ളേർക്ക് പെൺപിള്ളേരും ചെക്കന്മാരും സെറ്റ് ആകത്തുള്ളൂ എന്നൊക്കെ പറയുന്നത് വെറുതെ. ഇനിയിപ്പോൾ 90s ആണെങ്കിലും 80s ആണെങ്കിലും 70s ആണെങ്കിൽ പോലും നമുക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ താനെ വന്ന് ചേരും.